ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ സ്ഥിതി ചെയ്യുന്ന പുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ചെങ്ങന്നൂർ ശിവപാർവതി ക്ഷേത്രം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ മൃത്യുവിജയിയായ പരമശിവനും ആദിപരാശക്തിയായ പാർവതി ദേവിയുമാണ്. ഈ ക്ഷേത്രമുറ്റത്ത് വലിയൊരു അരയാൽമരം കാണാം. ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യവൃക്ഷമായ അരയാലിന് മുകളിൽ ബ്രഹ്മാവ്, നടുക്ക് വിഷ്ണു, അടിയിൽ ശിവൻ കുടികൊള്ളുന്നു എന്നതാണ് സങ്കല്പം. കിഴക്കേ ഗോപുരനടയിലൂടെ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് കത്തി നശിച്ച കൂത്തമ്പലത്തിന്റെ തറയാണ്. ഈ തറയിൽ ഭഗവാൻ ശിവന്റെ വാഹനമായ നന്ദിയുടെ ചെറിയൊരു ശിലാവിഗ്രഹം ഉണ്ട്. നന്ദിയുടെ ചെവിയിൽ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ സാധിക്കും എന്നൊരു വിശ്വാസവുമുണ്ട്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ചെറിയൊരു ശ്രീകോവിൽ കിഴക്കോട്ട് ദർശനമായി ധർമ്മശാസ്താവ് വാഴുന്നു. ശബരിമലയിലെ പോലെ തന്നെയാണ് ഇവിടെയും അയ്യപ്പ വിഗ്രഹം, എന്നാൽ ഇവിടെ ശിലാവിഗ്രഹമാണ്. ശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് അല്പം വടക്കു മാറി മറ്റൊരു ശ്രീകോവിൽ കാണാം. ഇവിടെയും ശിവപ്രതിഷ്ഠയാണ്. നീലഗ്രീവൻ എന്നാണ് ഈ പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. പാലാഴി മദനത്തിനിടയിൽ പൊന്തി വന്ന കാളകൂട വിഷം പാനം ചെയ്ത ശേഷമുള്ള നീലകണ്ഠന്റെ ഭാവത്തിലാണ് ഈ പ്രതിഷ്ഠ. വടക്കു പടിഞ്ഞാറ് മൂലയിൽ ഒരു കൽത്തറയിൽ നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയുമുണ്ട്. ദേവസേനാപതിയും ശിവപുത്രനുമായ സുബ്രഹ്മണ്യ സ്വാമിയുടെ ശ്രീകോവിൽ കിഴക്കോട്ട് ദർശനമായി സ്ഥിതി ചെയ്യുന്നു. ഈ ശിവപാർവതി ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ വൃത്താകൃതിയിലാണ്. കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിന് മുകളിൽ സ്വർണ്ണ താഴികക്കുടം ഉണ്ട്. ഈ ശ്രീകോവിലിന് 150 അടി ചുറ്റളവുണ്ട്. ഇതിൽ കിഴക്കോട്ട് ദർശനമായി ശിവന്റെ സ്വയംഭൂലിംഗവും തൊട്ടപ്പുറത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി പാർവതി ദേവി പ്രതിഷ്ഠയുമാണ്. ശിവഭഗവാന്റെ ഗർഭഗൃഹം 3 മുറികൾക്ക് ഉള്ളിലാണ്. ഇവിടുത്തെ ശിവലിംഗത്തിന് ഏകദേശം 3 അടിയോളം ഉയരം വരുന്നതാണ്. ദേവപ്രതിഷ്ഠ പഞ്ചലോഹ നിർമ്മിതമാണ്. നിൽക്കുന്ന രൂപത്തിലാണ് വിഗ്രഹം. ഈ ശ്രീകോവിൽ പെരുന്തച്ച നിർമ്മിച്ചതാണെന്നും പറയപ്പെടുന്നു. തെക്കേ നടയിൽ തെക്കോട്ട് ദർശനമായി ശിവസ്വരൂപമായ ദക്ഷിണാമൂർത്തിയുടെയും ഗണപതിയുടെയും പ്രതിഷ്ഠകളുണ്ട്. ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി നാലമ്പലവും സ്ഥിതി ചെയ്യുന്നു. ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ്. ചുരുക്കം ചില ശിവക്ഷേത്രത്തിൽ മാത്രമാണ് അർദ്ധനാരീശ്വര പ്രതിഷ്ഠയുള്ളത്. ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങൾക്കും മൃഗം, പക്ഷി, വൃക്ഷം എന്നിവ പറയുന്നുണ്ട്. 27 നക്ഷത്രങ്ങളുടെ വൃക്ഷങ്ങളും ഇവിടെയുണ്ട്. ക്ഷേത്രത്തിന് ഒരു ആകർഷണം നൽകുന്ന നക്ഷത്ര വൃക്ഷങ്ങൾക്ക്